ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. അറബി സാഹിത്യത്തിന്റെ ഗതി തന്നെ മാറ്റിയ ചില വ്യക്തികളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാളുടെ കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. കേവലമൊരു കവിയത്രി എന്നതിലുപരി അറബ് കവിതയുടെ നിയമങ്ങളെ തന്നെ പൊളിച്ചെഴുതിയ നാസിക് അൽ മലായികയുടെ ജീവിതത്തിലേക്ക് നമുക്ക് കടക്കാം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ, ആരാണ് നാസിക് അൽ മലായിക്ക? അറബിയിലെ ഫ്രീ വേർഡ്സ് അഥവാ അഷ്ഷെറുൽ ഹുർ എന്ന പ്രസ്ഥാനത്തിന്റെ സ്ഥാപക. ഇത് മാത്രം മതി അവരുടെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കാൻ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചർച്ചയുടെ കേന്ദ്രബിന്ദുവും അതുതന്നെയാണ്. ശരി, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒരു 5 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ അവരുടെ ജീവിതവും സംഭാവനകളും നോക്കാൻ പോണത്. ഒരു ക്ലാസ് പോലെ തന്നെ പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും നമുക്കിതിലൂടെ കവർ ചെയ്യാം. അപ്പോ നമ്മുടെ ആദ്യത്തെ ഭാഗം അർ-റായിദ, അതായത് വഴികാട്ടി. ആരായിരുന്നു അവർ? എവിടെ നിന്നാണ് വന്നത്? നമുക്ക് നോക്കാം. 1923 ജനനം, ബഗ്ദാദിൽ. പക്ഷേ ഈ സ്ലൈഡിലെ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താണെന്നറിയോ? അവരുടെ പേരിനു പിന്നിലെ കഥയാണ്. വെറും ഒരു പേരല്ലാത്. സിറിയൻ വിപ്ലവകാരിയായിരുന്ന നാസിക് അൽ ആബിദിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് അവരുടെ അച്ഛൻ ആ പേരിട്ടത്. അപ്പോ ആ പേരിൽ തന്നെ ഒരു വിപ്ലവത്തിന്റെ തീപ്പൊരിയുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാമല്ലേ? ഇനി അടുത്തത് അവരുടെ വളർച്ചയുടെ കാലഘട്ടമാണ്. ചരിത്രം തന്നെ സൃഷ്ടിച്ചൊരു ബാല്യം. ഈ വിപ്ലവചിന്തകളൊന്നും പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല. അതിന് വളരാൻ പറ്റിയൊരു സാഹചര്യം തന്നെ അവർക്ക് കിട്ടിയിരുന്നു. ഈ സ്ലൈഡിലേക്ക് ഒന്ന് നോക്കിക്കേ. അക്ഷരാർത്ഥത്തിൽ അക്ഷരങ്ങളുടെയും അറിവിന്റെയും നടുവിലാണ് അവർ ജനിച്ചു വീണത്. അച്ഛൻ സ്വാദിഖ് അൽ മലായിക്ക 20 വാള്യമുള്ള ഒരു എൻസൈക്ലോപീഡിയ എഴുതിയ ആളാണ്. അമ്മയാണെങ്കിലോ ഉമ്മു നിസാർ എന്ന പേരിൽ കവിതകൾ എഴുതിയിരുന്ന സൽമ അൽ മലായിക്ക. അപ്പോ ആ ഒരു പശ്ചാത്തലം ഒന്നാലോചിച്ചു നോക്കൂ. അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലേക്ക് വന്നാൽ 1944 ബിരുദമെടുത്തു. അത് കഴിഞ്ഞ് 1949 സംഗീതത്തിലും ഒരു ബിരുദം നേടി. ഇതൊരു സാധാരണ ഡിഗ്രി ആയിരുന്നില്ല. സംഗീതത്തിലുള്ള ആ അറിവാണ് അറബിക് കവിതയുടെ പരമ്പരാഗതമായ ആ താളക്കെട്ടുകളിൽ നിന്ന് പുറത്തുവരാനും പുതിയൊരു സംഗീതാത്മകത കണ്ടെത്താനും അവരെ സഹായിച്ചത്. അതാണ് അവരുടെ കവിതകളെ അത്രയ്ക്ക് സവിശേഷമാക്കിയത്. അതിനൊക്കെ പുറമെ ലാറ്റിനും ഇംഗ്ലീഷും ഫ്രഞ്ചുമൊക്കെ അവർ പഠിച്ചു. ഇത് ലോക സാഹിത്യത്തിൽ അപ്പോപ്പോൾ നടക്കുന്ന മാറ്റങ്ങൾ അറിയാനും ഉൾക്കൊള്ളാനും അവരെ ഒരുപാട് സഹായിച്ചു. ഓക്കേ, ഇപ്പോഴാണ് നമ്മൾ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരുന്നത്. അറബിക് കവിതയുടെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവ്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യത്തെ ഒരൊറ്റ കവിത കൊണ്ട് ചോദ്യം ചെയ്ത നിമിഷം. അതാണ് സ്വതന്ത്ര കവിതയുടെ വിപ്ലവം. ഈ വർഷം 1947. UGC നെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവരും ഈ വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അറബി സാഹിത്യ ചരിത്രം പഠിക്കുമ്പോൾ ഒഴിവാക്കാനാവാത്ത ഒരു വർഷമാണിത്. ഇതാണ് ആ വിപ്ലവത്തിന് കാരണമായ കവിത, കോളറ. ഈജിപ്തിൽ കോളറ പടർന്നു പിടിച്ചതിനെക്കുറിച്ചുള്ളൊരു കവിത. പക്ഷേ അതിലെ വിഷയം പോലെ തന്നെ അതിന്റെ രൂപവും അറബ് ലോകത്ത് ഒരു വലിയ പ്രകമ്പനം തന്നെ സൃഷ്ടിച്ചു. പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ 3 കാര്യങ്ങളും വളരെ പ്രധാനമാണ്. 1, ഇതാണ് അറബിയിലെ ആദ്യത്തെ സ്വതന്ത്ര കവിതയായി പൊതുവെ അംഗീകരിക്കപ്പെടുന്നത്. 2, ഇത് ബഹ്റൽ മുത്തദാരിക് എന്ന വൃത്തത്തിലാണ് എഴുതിയത്. 3, പ്രസിദ്ധീകരിച്ചത് മജല്ലത്തുൽ ഉറൂബ എന്ന മാഗസിനിലാണ്. ഈ 3 പോയിന്റും ഓർത്തുവെക്കുക. അവരുടെ സംഭാവനകൾ ആ ഒരൊറ്റ കവിതയിൽ തീർന്നില്ല. മഷികൊണ്ട് അവരൊരു വലിയ ലോകം തന്നെ പണിതു. നമുക്ക് അവരുടെ പ്രധാനപ്പെട്ട കൃതികളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ഈ കാണുന്നത് അവരുടെ പ്രധാന കവിതാ സമാഹാരങ്ങളാണ്. ആശികത്തുല്ലയിലാണ് ആദ്യത്തേത്, 1947. പിന്നെ ഷലായാവരമാദ്, കരാരത്തുൽ മൗജ്, അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. അവരൊരു കവയത്രി മാത്രമല്ലായിരുന്നു, ഒരു തിയററ്റിഷ്യൻ കൂടിയായിരുന്നു. അവരുടെ ഖദായ അഷീറുൽ ഹദീസ് എന്ന പുസ്തകമുണ്ടല്ലോ, അതൊരു സാധാരണ നിരൂപണ ഗ്രന്ഥമല്ല. അത് ശരിക്കും പറഞ്ഞാൽ ഈ പുതിയ സ്വാതന്ത്ര്യ കവിതാ പ്രസ്ഥാനത്തിന്റെ ഒരു മാനിഫെസ്റ്റോ ആയിരുന്നു. എന്തുകൊണ്ട് ഈ മാറ്റം വേണം, എങ്ങനെയാണത് കൊണ്ടുവരേണ്ടത് എന്നൊക്കെ അവരതിൽ കൃത്യമായി പറയുന്നുണ്ട്.
ശരി, ഇനി നമുക്ക് അവരുടെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് കടക്കാം. ഒരു അധ്യാപിക എന്ന നിലയിലും ഒരുപാട് അംഗീകാരങ്ങൾ നേടിയ വ്യക്തി എന്ന നിലയിലും അവർ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ബഗ്ദാദ്, ബസ്ര, കുവൈറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ അവർ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 1964 ഭർത്താവിനോടൊപ്പം ചേർന്ന് ബസ്ര സർവകലാശാല സ്ഥാപിക്കുന്നതില് അവര് വലിയൊരു പങ്ക് വഹിച്ചു എന്നുള്ളതാണ്. ഇത് വിദ്യാഭ്യാസ രംഗത്തോടുള്ള അവരുടെ താൽപ്പര്യം എത്ര വലുതായിരുന്നു എന്ന് കാണിക്കുന്നു. 1996 അറബ് ലോകത്തെ വളരെ പ്രശസ്തമായ അൽ ബാബുദ്ദീൻ പുരസ്കാരം അവർക്ക് ലഭിച്ചു. അവരുടെ ജീവിതകാലത്തെ സംഭാവനകൾക്കുള്ള വലിയൊരു അംഗീകാരമായിരുന്നു അത്. അങ്ങനെ സാഹിത്യലോകത്ത് തന്റേതായ ഒരിടം കണ്ടെത്തിയ ശേഷം 2007 കെയ്റോയിൽ വെച്ച് അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു. അപ്പൊ നമ്മൾ തുടങ്ങിയ ആ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചുവരാം. എങ്ങനെയാണ് ഒരൊറ്റ സ്ത്രീ അറബി കവിതയുടെ ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രത്തെ മാറ്റിമറിച്ചത്? അതിന്റെ ഉത്തരം അവരുടെ ധൈര്യത്തിലും അറിവിലും സർഗാത്മകതയിലുമാണ്. അവർ ഒരു സാഹിത്യരൂപത്തെ തന്നെ പുനർനിർമ്മിക്കുകയായിരുന്നു. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.